പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോ ആയിഷ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് നല്ലത് പറയണമടോ. നമ്മളെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയട്ടെ. മരിച്ച് എത്ര കൊല്ലം കഴിഞ്ഞാലും നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയട്ടെ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന സഹോദരാ, നിനക്ക് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണോ? നിന്റെ ഭാര്യ അല്ലാഹുവോട് പറയണം, പടച്ചവര് എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായിരുന്നു തമ്പുരാന്, നിന്നെ ഭയന്ന് ജീവിച്ച മനുഷ്യനായിരുന്നു പടച്ചവര് എന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് സഹോദരാ, നിനക്ക് സ്വർഗമുണ്ട് സഹോദരാ. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയട്ടെ, മോളെ, നിനക്ക് സ്വർഗത്തിൽ പോകണോ? നിനക്ക് നാളെ സ്വർഗത്തിൽ പോകണോ? പടച്ചവരേ, ആരാണ് നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, പടച്ചവരേ, അതാ നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്തു വരുമ്പോ, വലിയ യാത്രയാണല്ലോ പടച്ചവരെ, പല ആവശ്യങ്ങളും ഉണ്ടാകുമല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ പടച്ചവനെ. അതാ അള്ളാന്റെ റസൂലും സ്വഹാബത്തും അവിടെ നിൽക്കുകയാണ്. അതാ യാത്ര മധ്യയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവനെ ആയിഷ, നീ പോയിട്ട് വാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് പോവുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മടങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മുഴുവനും നിൽക്കുമ്പോ ആയിഷ ബീബി മടങ്ങി വന്നു. തന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. തന്റെ ഒട്ടക കട്ടിലിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് എല്ലാവരും കണ്ടു. ആയിഷ ബീബി തിരിച്ചു വന്ന് കയറുന്നതെല്ലാവരും കണ്ടു. ആയിഷ ബീബി കയറി കഴിഞ്ഞപ്പോ നബിതങ്ങൾ മറ്റുള്ള സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാ. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പുറത്തേക്ക് നോക്കുകയാ. നബിതങ്ങളെ കാണുന്നില്ല, സ്വഹാബത്തിനെ കാണുന്നില്ല, ഒരാളോടും പറയാൻ ആരെയും കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ചു, അല്ലാഹ് ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാൻ പടച്ചവര്. അങ്ങനെ ആയിഷ ബീബി ആരോടും പറയാതെ മാല തിരഞ്ഞ് ഇറങ്ങി പോവുകയാണ്. ആയിഷ പോകുന്നത് ഒരാളും കണ്ടില്ലടോ. ആയിഷ മാല തിരഞ്ഞു പോയി. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മുഴുവനും തിരിച്ചു വന്നു. ആയിഷ കേറിയതാണല്ലോ, കണ്ടതാണല്ലോ, അതുകൊണ്ട് ഉണ്ടോ എന്നൊരാളും തിരക്കിയില്ല. നബിതങ്ങളും സ്വഹാബത്തും അവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടരുകയാണ്. പടച്ചവനെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ
അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തിനെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ കിടക്കുന്ന മരുഭൂമിയിൽ ഒരു വഴിയോരത്തിരുന്ന ആയിഷ ബീബി കരയുകയാണ്. പടച്ചവരെ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ചെറുപ്പക്കാരനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്കാണ് പുറകിൽ വരുന്നത്. കാരണം നിബിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ, എന്തെങ്കിലും കളഞ്ഞു പോയാൽ അത് എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ് സൗബാൻ. അല്ലാഹുവേ, കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോരത്ത് ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്നറിയില്ല. ആരാരുമില്ലാത്ത വഴിയോരത്ത് മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ആരാ ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതെന്താ? സൗബാൻ തങ്ങളെ ചോദിക്കുമ്പോ ആയിഷ ബീവി പറയുന്നു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. പടച്ചവരെ, സഫ്വാൻ തങ്ങൾക്ക് ആ ശബ്ദം പരിചയമുണ്ടായിരുന്നു. ആയിഷയാണെന്ന് മനസ്സിലായി. അതാ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, ഇന്നാ ലില്ലാഹ് ഇന്നാ ലില്ലാഹ്. പടച്ചവരെ, ചാടിയിറങ്ങുകയാണ്. ഏ ഉമ്മ, ഏ ഉമ്മ, കേറുമ്മ, ഈ കുതിരയുടെ മുകളിലേക്ക് കേറുമ്മ, ഈ സഫ്വാൻ നടക്കാമുമ്മ. ഈ വാഹനത്തിലേക്ക് കുറിച്ച് വ്യഭിചാര ആരോപണം തുടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല. പടച്ചവരെ, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷയെ കുറിച്ച് പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ പോയവരാണ്. കൂടെ പോയവർ പറഞ്ഞത് കാരണം അത് പലരും വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു നാട് മുഴുവനും ചർച്ച. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായിടൂ. നിബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയെ കുറിച്ച് പടച്ചവരെ എവിടെയും ചർച്ചയാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്നത് നിബിതങ്ങൾ കേട്ടു നിബിതങ്ങൾക്ക് സങ്കടമായി. തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ പടച്ചവനെ, അതാ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറുകയാ. നബി തങ്ങൾ അതാ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറിയിട്ട് അവിടെന്ന് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബത്തേ, എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്റെ ആയിഷയെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്നാ ഭർത്താവായ എന്റെ മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയണോ? എന്റെ ആയിഷയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കയറി പ്രഖ്യാപിക്കുകയാ. നബി തങ്ങൾ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഒരു നാട് മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒറ്റപ്പെടുത്തിയപ്പോ എല്ലാവരും അപവാദം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ.
സ്വഹാബത്തേ, എന്റെ ആയിഷാനെ എനിക്കറിയാ സഹാബ, എന്റെ ആയിഷ എനിക്കറിയാ സഹാബ, അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ സഹാബ. ഇന്ന് വരെ എന്റെ ജീവിതത്തില് ആയിഷയുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആയിഷയുടെ ഭാഗത്ത് നിന്ന് ഒരു മോശമായ പ്രവർത്തനം നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ, എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ. അവള് നല്ലവളാണ്, അവള് നല്ലവളാണ്. എന്റെ ആയിഷയെ പടച്ചവനാണ് സത്യം, എനിക്കിഷ്ടമാ, എനിക്ക് വിശ്വാസമാ. അല്ലാഹുവിന്റെ പ്രവാചകരപടന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഴുതുകൾ കാമുന്ന പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, പറയുമോ പെങ്ങള്, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുവോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ചുട്ടുപഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ തലയുടെ മുകളിൽ ഒരു ചാണ മുകളിൽ സൂര്യനുദിച്ച് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ട് തല താട്ടിപ്പിടിച്ച് നിന്ന് കരയുന്ന ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാ. ചൂടുള്ള നാളുണ്ടേ, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും കൈയൊഴിയുന്ന ദിവസം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ആ പരലോകത്ത് നിന്റെ ഭർത്താവ് റബ്ബിനോട് പറയണമല്ലോ, എന്റെ ഭാര്യ നല്ലവളാല്ലോ, ഇവള് നിന്നെ ഭയന്ന് ജീവിച്ചവളാല്ലോ, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ സാക്ഷി പറയുമോ പെങ്ങള്? മനസ്സിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ.